ഇറങ്ങലാണ് ബുദ്ധിമുട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിശാലമായ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ബീച്ചിലാണ്. അപ്പോൾ ബീച്ച് കാഴ്ചകൾ കാണിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അത് അങ്ങനെ നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതിനല്ല ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളിന്ന് കേട്ടത്. വേറെ ഒന്നുമല്ല, അതായത് കോളേജിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, അവർ ആദ്യത്തെ 1ാം വർഷ വിദ്യാർത്ഥികളാണ്. 18 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള 5 കുട്ടികളാണ് ഇന്ന് നഷ്ടപ്പെട്ടത്. 5 കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, 5 വിദഗ്ധമായ ഡോക്ടറായിട്ട് നമ്മളെയൊക്കെ ചികിത്സിക്കേണ്ടവരാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം നമ്മളെ ദുഃഖം ഇത്രയാണെങ്കിൽ ഇത്ര വരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ ദുഃഖം എത്രമാത്രമായിരിക്കും. പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയേണ്ടത് ആരെയാണ്? വണ്ടീൻ്റെ ഉടമേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ബസ്സുകാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാൽ പറയേണ്ടത് ആരെയാണ്? നമ്മൾ മക്കളെ പഠിപ്പിച്ചു വിടുമ്പോൾ വെറും വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ, ഇങ്ങനെയുള്ള സംഗതികളും നമ്മൾ കൊടുക്കണം. അതായത് വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇതുപോലെ വണ്ടി അപകടങ്ങൾ, പിന്നെ എന്താണ് 2 വീലർ കൊണ്ട് ചില ആൾക്കാർ പരക്കം പായുന്നത് നമ്മൾ കാണുന്നതാണ്. എന്തിനധികം പറയുന്നത്, അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് തന്നെ ഭാഗ്യം നോക്കുന്ന ഒരാളാണ്. അതായത് ഭാഗ്യമാണ്. ഈ പരക്കം പായുകയാണ് ജനങ്ങൾ. അമിതമായ സ്പീഡ് ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ വണ്ടി നമുക്ക് വിചാരിച്ചതുപോലെയൊന്നും കിട്ടൂല. നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു നിയമം പോലും നമ്മൾ പാലിക്കുന്നില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാനെന്തോ ഒരു സംഭവമാണ്. ഒരു വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനാണ് രാജാവ്, അല്ലെങ്കിൽ ഒരു ബൈക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാനാണ് രാജാവ്. മറ്റുള്ള എന്തോ ഒരു ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പോലെയാണ്. ഇപ്പോൾ ഈ കുട്ടികൾ ഇന്നലെ 11 പേരാണ് ഈ ടവേരയിൽ കയറിയിരിക്കുന്നത്. ഒരു കൂലിത്തൊഴിലിന് പോകുന്ന ഒരുത്തനായിരിക്കും റോഡിലൂടെ നടന്നു പോകുന്നത്. ഇതുപോലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം തന്നെയാണ് അനാഥമായി പോകുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം. അതായത് ബൈക്കിൽ പരക്കം പായിട്ട് ഒരു കൂലി വേലക്കാരായ ഒരു 2 സ്ത്രീകളെ ഇടിച്ചിട്ടെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. ആ വീട്ടുകാർക്കാണ് ഏറ്റവും വലിയ നഷ്ടം. ഈ 2 ബൈക്കിൽ പോയിട്ട് മറ്റേ ഇത് ചെയ്തവനെ അവനെയൊന്നല്ല നോക്കുന്നത്. ഇതുപോലെയുള്ള വഴിയാത്രക്കാർ, ഈ പാവങ്ങൾ, അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 11 പേര് ഈ വണ്ടിയിൽ പോകുമ്പോൾ അതിലേതെങ്കിലും ഒരുത്തം ബുദ്ധിയിലോ മതിയായിരുന്നു. അവൻ പറയായിരുന്നു ഞാൻ വരുന്നില്ലടാ, കാരണം 11 പേര് ഈ വണ്ടിയിൽ പോകരുത്. എത്രയെത്ര അപകടങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. ഒരുപാട് അപകടങ്ങളാണ്. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വൈകുന്നേരം തന്നെ ഞാൻ അവസാനമായിട്ട് കണ്ട ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 KSRTC ബസ്സുകൾ തമ്മിൽ മുട്ടുന്നതാണ്. ഒരു കൊടും വളവിൽ ഒരു ഇതുമില്ലാതെ ആ KSRTC ബസ്സുകാരൻ്റെ അഹങ്കാരം, അവൻ അങ്ങനെയാണ് പോയിട്ട് ഇടിച്ചത്. ഭാഗ്യത്തിന് അതിൻ്റെ ആർക്ക് പരിക്ക് പറ്റി, ചെറിയ പരിക്കങ്ങാറ്റേ ഉള്ളൂ, ആരും മരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ രാത്രിയോട് കൂടിയിട്ട് ചരിത്രം മാറി. അതായത് രാത്രിയോട് കൂടിയിട്ടാണ് 10:45 കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത വരുന്നത്. അതായത് 5 വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ളത്. ഇവിടെ ആ ഒരു KSRTC ബസ്സുകാരനെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തിയാണ് പക്ഷേ എന്തോ ഭാഗ്യം എന്ന് പറയാലോ, ആ KSRTC ബസ്സുകാരൻ ആ ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ, അതായത് എല്ലാവരും ഇത് നിരീക്ഷിച്ച് വരുന്ന ആ ഒരു സമയത്ത് എല്ലാവരും പറയുന്നത് KSRTC കാരനെ മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ ഒരാളെ പോലും പറയില്ല. അതുപോലെയുള്ള തോന്നിയവാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് കാണിച്ചേ. അതായത് നല്ല തെരയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല മഴക്കാറുണ്ട്, നല്ല മഴയാണ് പെയ്യുന്നത്, ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാം. ഇതൊക്കെ നമ്മളിപ്പോൾ ഈ തെരയിൽ പോകുമ്പോൾ തന്നെ ചില ആൾക്കാർ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് എടുത്തു വിടുകയാണ്, ഒരു ശ്രദ്ധയുമില്ല. എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അപകട മേഖലയാണെന്ന്. അതൊന്നും ആരും വായിക്കൂല. ആ ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാലും ഒരു അഹങ്കാരമാണ് നമുക്ക്. നമ്മുടെ ഈ മലയാളികൾക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ റോഡിൽ ഒരു തരത്തിലുള്ള ഇതും കാണിക്കുന്നില്ല. നമ്മൾ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ കയ്യും കാലും വെച്ചിട്ട് നമ്മൾ നടക്കുന്നത്. ഇന്നലെ മരിച്ച പിള്ളേർ അഹങ്കാരികളാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അച്ഛനും അമ്മമാർ വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ, മക്കളോട് പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. ചില ആൾക്കാർ ഇപ്പോൾ സെൽഫിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കൂതറ ഇതാണ് കളിക്കുന്നത്. അതായത് ചില പാറപ്പുറത്തൊക്കെ പോയിട്ട് സെൽഫി എടുക്കുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. ഇതൊന്നും പാവം അച്ഛനമ്മമാർ അറിയുന്നില്ല. അച്ഛനമ്മമാർക്ക് ഈ മക്കളുടെ കൂടെ പോകാൻ കഴിയില്ല ഒരിക്കലും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. ഇന്നലെ ഇപ്പോഴും ആ കുട്ടികൾ അവരുടെ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഓക്കെ അവർ 11 പേര് പോയി, ഇങ്ങനെ ഒരു സിനിമ കാണാൻ പോയി, വീട്ടിൽ കോളേജിൻ്റെ അടുത്താണ് എന്നൊക്കെ വെക്കാം. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, അതായത് ഇത്രയും ആൾക്കാർ കയറിയിട്ട് ആ ഓടിക്കുന്നവനെങ്കിലും കുറച്ച് ബോധം വേണം. അതുപോലെ ഈ ഹോസ്റ്റലിലാണ് ഇവർ ഉള്ളതെങ്കിൽ ഈ ഹോസ്റ്റലിൻ്റെ ആ ഒരു വാർഡൻ ഉണ്ടാവുമല്ലോ, അവനെ പിടിച്ച് ആദ്യം ജയിലിലിടണം, അവനെ വിടരുത്.
അതായത് ഇത്രയും കുട്ടികളെ പുറത്തു പോകാൻ വിട്ട അവനെ ഒരിക്കലും വിടാൻ പാടില്ല. ഈ വാർഡൻ ഉണ്ടെങ്കിൽ ഇനി ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ സേഫ്റ്റി, മക്കൾക്ക് നല്ല ആഹാരം കഴിച്ചോട്ടെ, മക്കൾ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് ചില അച്ഛനമ്മമാർ ചെയ്തു കൊടുക്കുന്നൊരു സൗജന്യമുണ്ട്. എന്താണെന്നറിയോ? പുറത്ത് വീടെടുത്ത് താമസിച്ചോ മക്കളെ, ഹോസ്റ്റലിലൊന്നും നിങ്ങൾ താമസിക്കണ്ട. കാരണം അച്ഛനും അമ്മക്കും ഇഷ്ടംപോലെ പണമുള്ളവരായിരിക്കും, ഇഷ്ടംപോലെ പണം ടീച്ചറും മാഷും അതുപോലെ ഡോക്ടർമാരുടെ മക്കളും എഞ്ചിനീയർമാരുടെ മക്കളും എല്ലാം ആയിരിക്കും. ഇവരോട് എന്താ പറയുക, നിങ്ങൾ പുറത്ത് പോയി താമസിച്ചോ മക്കളെ, ഹോസ്റ്റലിൽ താമസിക്കേണ്ട എന്ന്. എന്തിനാണ്? കുട്ടികൾക്ക് അവിടെ ഓവർ സ്വാതന്ത്ര്യമാണ്, അവിടെ വെച്ച് കഴിക്കാൻ നല്ല സ്വാതന്ത്ര്യമാണ്, അവിടെയാണ് മദ്യപാനങ്ങൾ കൂടുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, കൂറകളാണ് അവിടെയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം. എനിക്ക് അനുഭവമുണ്ട്. അതായത് ഞാൻ പണ്ട് ബാംഗ്ലൂരിലുള്ളപ്പോൾ ഒരു കുറേ ടീമുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അതായത് പിന്നെ നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികളാണ്, ആൺപിള്ളേരും പെൺപിള്ളേരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവിടെ മലയാളികളാണ്, പച്ച മലയാളികൾ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അവിടെ ഈ കുടിക്കലും കൂത്താടലും തന്നെയാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവാദം കൊടുക്കുന്ന ആരാ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു പേരും ഉണ്ട്, ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കും. ഇതൊക്കെ ഒരു സംസ്കാരം. അതായത് ഇതൊന്നും എന്ന് പറഞ്ഞാൽ സദാചാരത്തിൽ ഇതാണെന്നല്ല പറയുന്നത്. പക്ഷേ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കുക, ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്, അല്ലാതെ തോന്നിവാസങ്ങൾ കാണിക്കാനല്ല. അതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും, അച്ഛൻ വിദേശത്തായിരിക്കും, അതുപോലെ തന്നെ അമ്മക്ക് ജോലി, എല്ലാ പൈസയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ ചീത്തയാക്കുന്നത് എന്നുള്ളതാണ്. നമ്മളാണ് അവർക്ക് ഓവറായിട്ട് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാണ് അവരെ കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. തെരിയും അടുത്തെത്താനേ കേട്ടാ, എല്ലാവരും നോക്കിക്കോ, അതിൻ്റെ ചെയ്തേക്കണ്ട, കുറച്ചിങ്ങോട്ട് ഇറങ്ങിക്കോ, കാരണം അവിടെ തന്നെ നിന്നിട്ട് ആൾക്കാർക്ക് ബോറടിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ പഠിക്കാൻ മാത്രമല്ല മക്കളെ നിങ്ങൾ പോകുന്നത്, നിങ്ങളിവിടെ അച്ഛനും അമ്മമാരുടെ സമാധാനം കളയരുത്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അച്ഛനമ്മമാർക്കും സമാധാനക്കേട് തന്നെയാണ്. ഈ ഒരു അപകടം അടഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അസ്വസ്ഥരാണ്. ഏതെങ്കിലും ഒരുത്തം മതി, വാടാന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരുത്തം മതി ഇതുപോലെ. അതായത് എല്ലാവർക്കും തന്നെ 10 പിന്നെ 18 വയസ്സായ, ചിലപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടാവുള്ളൂ. ചില ആൾക്കാർ പറയുന്നുണ്ട് വണ്ടി പിന്നെ റെൻറ്റിന് കൊടുത്താണ്, അതുപോലെ തന്നെ വാടകയ്ക്ക് കൊടുത്താണ്, സിനിമക്ക് പോകാൻ വേണ്ടി കൊടുത്താണ്. അയാളൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലാണ് വണ്ടി കൊടുത്തത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പിള്ളേരെ ഈ വണ്ടി അല്ലെങ്കിൽ വേറൊരു വണ്ടി വിളിച്ചു പോകും, അതുറപ്പാണ്. അതായത് 11 പേര് പോകുന്നവർക്കാണ് ബോധം വേണ്ടത്. അവരുടെ മാതാപിതാക്കളാണ് പറഞ്ഞു വിടേണ്ടത്. മക്കളെ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിടുന്നത്, അല്ലാതെ നിങ്ങളെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല വിടുന്നത്. നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ആയിക്കോ, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ചില കുട്ടികൾ പോകുന്നത് വലിയ വലിയ ബൈക്കുകളിൽ പോകുന്നത് കാണുമ്പോൾ അവരുടെ ജീവിതം പോട്ടെ, അവരങ്ങനെ പഠിച്ചുപോയി. പക്ഷേ റോഡിലൂടെ നടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്, അവരെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരുപാട് അധ്വാനിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ദിവസത്തെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാവിലെ വീട്ടിൽ പോകുമ്പോൾ വൈകുന്നേരം കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ പിന്നെ ഇതാ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഏതായാലും ഇതിൽ വേറെ വഴിയാത്രക്കാർക്കും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ ആ 5 കുടുംബങ്ങൾക്ക് പോയി, അത്രയേ ഉള്ളൂ. അതാണ്. ഇനി അവരെത്ര കാലം കഴിയണം, എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഈ മക്കളെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവുക. വിദഗ്ധമായ ഡോക്ടറായിട്ട് വരുന്നതും കാത്തിട്ട് എത്ര വീട്ടുകാരാണ് കാത്തിരിക്കുന്നത്, ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെ നടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് വിശ്വാസമുള്ളവരായിരിക്കണം. അതാണ്. നിങ്ങൾ എവിടെയും പോകില്ല, നോ എന്ന് പറയാൻ പഠിപ്പിക്കണം ആദ്യം. ഞാൻ വരുന്നില്ലടാ, അപ്പോഴേക്കും തുടങ്ങൂല. നീ വരുന്നില്ല അല്ലേ, നിനക്ക് നാളെ പോലെ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് തുടങ്ങൂല അപ്പോഴേക്ക്. ഇപ്പോഴും നമ്മൾ കണ്ടില്ലേ 2 ദിവസം മുമ്പ് ഏതോ ഒരു സംഭവത്തിന് ഒരു പാവപ്പെട്ട നേഴ്സിംഗ് വിദ്യാർത്ഥി പോയില്ല എന്ന് കരുതിയിട്ട് ആ കുട്ടീനെ പിന്നെ എല്ലാവരും കൂടി അങ്ങ് ടോർച്ചർ ചെയ്യല, ആ കുട്ടിയെ ചാടി മരിക്കുകയും ചെയ്തു. 3 എണ്ണം ഇപ്പം ജയിലിലുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റ് ഇപ്പോഴാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അറിഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.